മാന്നാർ കുട്ടമ്പേരൂർ ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള 63ാമത് പൊതിച്ചോർ വിതരണം, മരുന്ന് വിതരണം എന്നിവ നടന്നു. പുലിയൂർ ശാന്തിതീരം, ബുധനൂർ ഓട്ടിസം സെന്റർ, ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയം, ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രം എന്നിവിടങ്ങളിലായിരുന്നു വിതരണം. കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള 63ാമത് പൊതിച്ചോർ വിതരണം, മരുന്ന് വിതരണം എന്നിവ പുലിയൂർ ശാന്തിതീരം, ബുധനൂർ ഓട്ടിസം സെന്റർ, ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയം, ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രം എന്നിവിടങ്ങളിലായി നടന്നു. പുലിയൂർ ശാന്തിതീരത്ത് മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ഇതൊരു ദൈവ നിയോഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, കുട്ടമ്പേരൂർ ചാരിറ്റബിൾ സൊസൈറ്റി, ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി, അതിന്റെ പ്രവർത്തന മികവുകൊണ്ട് വളരെ കുറഞ്ഞ നാളുകൊണ്ട് നമ്മുടെ താലൂക്കിൽ തന്നെ മികച്ച ജീവാർണ്യ പ്രവർത്തന സംഘടനയായി മാറുവാൻ അത് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം അർപ്പണ മനോഭാവമുള്ള, മറ്റ് ഉള്ളവരെ സഹായിക്കണം എന്ന മനസ്സുള്ള ഒരാൾ അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അത് അത്തരം മനസ്സുള്ള ഒരാളാണ് ഇതിന്റെ ചെയർമാനായി നിൽക്കുന്ന ശ്രീ സതീഷ് ശാന്തിനിവാസ്. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അപ്പൊ അത്തരക്കാർക്ക് മാത്രമേ ഇത്തരം പരിപാടികൾ നടത്തുവാൻ കഴിയുള്ളൂ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവാർണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിരവധി സംഘടനകളുണ്ട്, നിരവധി പ്രവർത്തനങ്ങൾ ജീവാർണ്യ രംഗത്ത് നടക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിലെ ജീവാർണ്യ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് അന്നദാനം, മറ്റൊന്ന് രോഗീ പരിചരണം, മറ്റൊന്ന് വസ്ത്രദാനം. ഈ 3ഉം കൂട്ടിയുണക്കി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്തി അവിടെ സമയം ചെലവഴിച്ച് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, വലിയ പുണ്യപ്രവൃത്തിയാണ്. ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിച്ച് വരും കാലങ്ങളിൽ വലിയ ഒരു സംഘടനയായി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ. കൂടുതൽ പേർ ഇതിന്റെ ഭാഗമാക്കാട്ടെ. ഷാമുൽ മുഖ്യപ്രഭാഷണം നടത്തി. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷനായി. സുഭാഷ് ബാബു, ബിന്ദു കളരിക്കൽ, കോശി ഓടിശ്ശേരിൽ, സലിം ചാപ്രയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബുധനൂർ ഓട്ടിസം സെന്ററിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇലിഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സല ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജിത്തു തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. CDNet ന്യൂസ്, മാന്നാർ.